വേദിയിലെത്തുന്നവരിൽ സസ്പെൻസ് തുടരുന്നു. അൻവറിനെ തള്ളി DMK. സ്വർണ്ണക്കടത്തിൽ MK മുനീറിന് ബന്ധമുണ്ടെന്ന് V വസീഫ്. സമഗ്ര അന്വേഷണം വേണമെന്നും DYFI പ്രസിഡന്റ്. നിലപാട് ആവർത്തിച്ചു KT ജലീൽ. ിടയിൽ പോലും ഇതൊരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന വിചാരമുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു കരിപ്പൂർ എയർപോർട്ട് മുഖേന എന്നുള്ളത് വളരെ ശരിയാണ്. അപ്പൊ അതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ്. കുറ്റങ്ങളുടെ ഉത്തരവാദിത്വം സമുദായത്തിന്റെ തലയിലിടാനാണ് നീക്കമെന്ന് സലാം. ADGP MR അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നു. പിണറായിയെ ക്ലിഫ് ഹൌസിലെത്തി കണ്ട സ്റ്റാഫ് അംഗങ്ങൾ. വാർത്തയായതിൽ മാധ്യമങ്ങളെ പഴിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ്. സാധാരണ നടപടിയെന്ന വിശദീകരണം. ശബരിമല തീർത്ഥാടനം പ്രതിസന്ധിയിലാകുമോ? ഓൺലൈൻ ബുക്ക് ചെയ്തവർക്ക് മാത്രം പ്രവേശനമെന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ദേവസ്വം മന്ത്രി. ബുക്ക് ചെയ്യാതെ വരുന്നവരെ കാര്യത്തിൽ തീരുമാനം പിന്നീട്. പൂർണ്ണമായും ഓൺലൈനാക്കുന്നതിനെതിരെ BJP. സൈബർ ലോകത്ത് നിരവധി ചതിവലകൾ. 3 വർഷത്തിനിടെ രാജ്യത്ത് തട്ടിയത് 10,000 കോടി. സംഘങ്ങൾ സുരക്ഷാ ഏജൻസികളുടെ പരിധിക്ക് പുറത്ത്. ന്യൂസ് 18 വാർത്താ പരമ്പര വലയിൽ വീഴല്ലേ തുടരുന്നു. ഇസ്രായേലിൽ വീണ്ടും തീവ്രവാദി ആക്രമണം. ഒരാൾ മരിച്ചു, 8 പേർക്ക് പരിക്ക്. അക്രമിയെ വെടിവെച്ചു കൊന്നു. ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന് നാളെ 1 വർഷം. ഐക്യരാഷ്ട്ര സംഘടനയെ രൂക്ഷമായി വിമർശിച്ച വിദേശകാര്യമന്ത്രി. 2 യുദ്ധങ്ങൾ നടക്കുമ്പോൾ UN എവിടെയായിരുന്നു? രാജ്യാന്തര വിഷയങ്ങളിൽ നിഷ്ക്രിയത്വം കാണിക്കുന്നുവെന്ന് S. ജയശങ്കർ. ഐക്യരാഷ്ട്ര സംഘടന ഓൾഡ് കമ്പനിയെന്നും വിമർശനം. വയലാർ അവാർഡ് അശോകൻ ചരുവിലിന്. പുരസ്കാരം കാട്ടൂർ കടവെന്ന നോവലിന്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അവാർഡ്. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. മലയാളി വൈദികനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി മാർപ്പാപ്പ. അഭിമാന നേട്ടത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതാംഗം മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്ട്. സ്ഥാനാരോഹണം ഡിസംബർ 8 വത്തിക്കാനിൽ. PV അൻവറിന്റെ നയവിശദീകരണ യോഗം അല്പസമയത്തിനകം മഞ്ചേരിയിൽ. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ പ്രഖ്യാപനം ശക്തി പ്രകടനമാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് അൻവറും ഒപ്പമുള്ളവരും. സമ്മേളനവേദിയിൽ പലരെയും പ്രതീക്ഷിക്കാമെന്ന് സസ്പെൻസ് ഇടുന്നു PV അൻവർ. എന്നാൽ PV അൻവറിന്റെ DMK പ്രവേശനം പാർട്ടി തള്ളി. അൻവറിനെ ഒപ്പം കൂട്ടില്ല. കേരളത്തിലെ സഖ്യകക്ഷിയായ CPM-മായി ബന്ധമില്ലാത്ത പാർട്ടിയുമായി ഒത്തുപോകാനാവില്ലെന്നാണ് DMK വക്താവ് TK സിളങ്കോവൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. CB അനുബോധ ചേരുന്നു വിവരങ്ങളുമായി. അനുബോധ, മഞ്ചേരിയിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. എന്തായിരിക്കും ഇവിടെ ഇനി പറയാൻ പോവുക PV അൻവർ എന്ന്? എപ്പോഴത്തേക്ക് അൻവർ വേദിയിലെത്തും? ഏറ്റവും പ്രധാനമായി ആരൊക്കെ ഉണ്ടാകും ആ വേദിയിലെന്ന് കാത്തിരിക്കുകയാണ്. അതിൽ സസ്പെൻസ് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല അല്ലേ? ഭവ്യ 6:30യോടെ PV അൻവർ മഞ്ചേരിയിലെ ഈ വേദിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. നേരത്തെ കനത്ത മഴയായിരുന്നു. ആ മഴ ഇവിടേക്ക് ആളുകൾക്ക് എത്തുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷേ മഴ മാറി, അന്തരീക്ഷം തെളിഞ്ഞു. വേദിയിലേക്ക് ആളുകൾ ഒഴുകിയെത്താൻ തുടങ്ങി. കസേരകളൊക്കെ തന്നെ നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. കൂടുതൽ ആളുകൾ വരും മണിക്കൂറുകളിൽ, വരും നിമിഷങ്ങളിൽ ഇവിടേക്ക് എത്തുന്നുണ്ട്. വഴിക്കടവിൽ നിന്നും നീലഗിരിയിൽ നിന്നുമൊക്കെ അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് ബസ്സുകളിൽ പ്രവർത്തകർ പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ സമ്മേളനമാണ് അൻവർ ഇന്ന് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പങ്കെടുക്കാൻ പോകുന്നത്. അൻവറിന് പിന്തുണ അറിയിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ അനേകായിരങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇവരൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ മണിക്കൂറുകൾക്ക് മുൻപേ ഇവിടെ എത്തിയവരൊക്കെ ഉണ്ട്. ഇക്ക, നമ്മള് നിലമ്പൂരിലെ സമ്മേളനത്തിൽ കണ്ടതാണ്. നിലമ്പൂർ പോയി കൊടുന്നോ കണ്ട നിങ്ങള് ഇവിടേക്ക് എത്തി. മഴ ആയതുകൊണ്ട് നേരം വൈകി മാത്രം.
എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷിക്കണെന്ന് പാർട്ടി ഇതല്ലേ, അപ്പൊ അതിന് പോന്നാണ് നമ്മളതിന്റെ ആളല്ലേ. എന്തായാലും അൻവർ പറയുന്നതിനനുസരിച്ച് സത്യം ആരെടുത്ത അതിനനുസരിക്കാം. പറയൂ, എന്താ നിങ്ങൾക്ക് പറയാം? എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ യുവജനങ്ങൾക്ക് ഇതൊക്കെ ഒരു ആഗ്രഹമാണ്. ഇവിടെ മാറ്റങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പിണറായി സാറ് പറയുന്നത് സത്യമാണോ മിഥ്യയാണോ എന്ന് നിയമം തെളിയിക്കണം. പക്ഷേ അൻവർ സാറിനെ പോലുള്ള ആളുകൾ രംഗത്ത് വന്നപ്പോഴാണ് ഇതിനൊരു ശക്തിയായിട്ട് അൻവർ പറയുന്നത് നിങ്ങൾക്ക് കുറെ കൂടി വിശ്വാസം യോഗ്യമായി വന്നല്ലോ. ഇന്നൊക്കെ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ മാറ്റാനും തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ ആ സത്യം വെളിപ്പെടുത്താൻ ബഹുമാന്യനായ അൻവർ സാറിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനത്തിലില്ല, പക്ഷെ നിഷ്പക്ഷമായി നിൽക്കും. എന്നാൽ ഇടതുപക്ഷം നമ്മുടെ നാട്ടിന് ആവശ്യമാണ്. പാർട്ടി പ്രഖ്യാപിച്ച അതിൽ ചേരും അങ്ങനെയൊന്നും നമ്മൾ പറയാനായിട്ടില്ല. പക്ഷേ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം നാട്ടിന് ആവശ്യമാണ്. ഈ നാടിന് ഇങ്ങനെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? ഇത്തരം നല്ല MLA-മാർ രംഗത്ത് വരണം. പലരും പേടിച്ചിട്ടാണെന്നൊക്കെ ഞങ്ങൾ നാട്ടിൽ പറയുന്നത്. എന്തായാലും വളരെ വിജയകരമാട്ടെ. ഇത് എല്ലാ പാർട്ടികൾക്കും ഒരു പ്രചോദനമാട്ടെ, തിരുത്തലാവട്ടെ, ധാർമ്മികത മൂല്യം ഉൾക്കൊള്ളട്ടെ. ഒരു വ്യക്തി മാത്രമാണ് ഈ പരിപാടി നടത്തുന്നത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അൻവർ ഇപ്പോൾ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്കെതിരെയൊക്കെ പറയുന്നതായിട്ട് പാർട്ടിക്കാർ പറയുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം അതിനോടൊക്കെ യോജിക്കുന്നുണ്ട്? 100% അൻവർ പറഞ്ഞ സത്യാവസ്ഥയാണിത്. 100% അൻവർ പറയുന്ന സത്യാവസ്ഥയാണ്. ഇതിൽ എന്താ വെച്ചാൽ കള്ളന്മാരാണ് ഏറ്റവും അധികം ഈ ഭരണം കൊണ്ട് നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ. കള്ളന്മാരാണ്, ഏറ്റവും വലിയ കള്ളന്മാരാണ് ഭരണ കേന്ദ്രത്തിൽ നിൽക്കുന്നത്. കട്ടക്ക് നിൽക്കും ഞങ്ങള് അൻവറിന്റെ നാട്ടുകാരാണ്. ഞങ്ങളെ കട്ടക്ക് അൻവറിന്റെ ഒപ്പം നിൽക്കും, ഒരു സംശയമല്ല. അൻവറിന്റെ വലിയ കരുത്തും ഈ എത്തിച്ചേർന്ന ആളുകൾ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ശബ്ദം കാരണം ഒന്നും അധികം പങ്കുവെക്കാൻ പറ്റിയില്ല. എന്താണ് പറയാൻ? ഇനി വേണ്ട, നോ കമന്റ്സ്. എന്താണ് നിങ്ങൾ അൻവറിന്റെ ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നത്? വിശ്വസിക്കാനായില്ലല്ലോ. പറയുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി കുറേ കൂടെ മനസ്സിലാക്കാനുണ്ട്. കുറേ കൂടെ ഇനിയിപ്പോൾ റിപ്പോർട്ട് വന്നിട്ടേ ഉള്ളൂ, അത് പബ്ലിഷായി വന്നിട്ടില്ല. ഇനി എന്ത് പറയുന്ന അറിയാനാണല്ലേ? നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യം എന്താണ്? ഫാസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയതാണ്. പ്രസന്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഏത് തലങ്ങളിലുള്ളതാണെങ്കിലും. ഇനി ഫ്യൂച്ചർ നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും കഴിയുള്ളൂ. എവിടുന്നാണ് ചേട്ടൻ? ഞാൻ മരുത, എടക്കര മരുത. DMK-യുടെ ഷാളൊക്കെ എന്തുകൊണ്ടത്? അൻവറിനെ പിന്തുണ അർപ്പിച്ചുകൊണ്ടാണോ? അതെ. നിങ്ങള് എന്താണ് അൻവറിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു കാരണം? നല്ലൊരു മനസ്സിലാണ്, നല്ല ഉപകാരം ചെയ്യും. അൻവറിന്റെ വോട്ടർ കൂടിയാണല്ലേ? DMK-യുടെ പിന്തുണ ഉണ്ടാവില്ല എന്നൊക്കെയാണ് തമിഴ്നാട്ടിൽ വരുന്ന വാർത്ത. ഉണ്ടാവും, ഉണ്ടാവും. ഒരു വിഭാഗത്തിന് പിന്തുണ ഉണ്ടാവും. പറയൂ, എന്താണ് അൻവർ എന്ത് പറയുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അൻവർ വോട്ട് കിട്ടണം, ഓൻ്റെ ആളെ ജയിപ്പിക്കണം. പക്ഷെ മറ്റവരൊക്കെ ഒഴിവാക്കണം എന്നില്ല അഭിപ്രായം. അത് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ. നമ്മൾ ആ അഭിപ്രായക്കാരൻ തന്നെയാണ്. അൻവർ പറയുന്നത് എന്താണെന്ന് അറിയണ ആഗ്രഹമുണ്ട്. അതുണ്ട്. ഇനി ഇല്ലെങ്കിലും അൻവറിൻ്റെ പരിപാടി ഉണ്ടായാൽ നമ്മൾ ചെല്ലും. ചെല്ലാഞ്ഞാൽ അത് പിന്നീട് പ്രശ്നമാവും. ഇവർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. അപ്പൊ ഇനിയിപ്പോ എന്താണ് തീരുമാനം, എന്താണെന്ന് ഇവിടുന്ന് പറയുന്നത് എന്നുള്ളത് കേൾക്കാൻ വന്നതാണ്. പിന്നെ എന്റെ ഇവിടെ മഞ്ചേരി തുറക്കലാണ്. ഇവിടെ പോലീസ് വഴി തടയുന്നുണ്ട്. അത് എന്തിനാണ് അതിന്റെ ആവശ്യം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ആളുകൾ കൂടും എല്ലാം സത്യം വിളിച്ച് പറയുന്നതും ഇനിയും ജനങ്ങൾ അറിയുമെന്ന് വിചാരിച്ചിട്ടാവും പോലീസ് വാഹനങ്ങൾ തടയാണ്. ബൈക്ക് വരെ വിടുന്നില്ല. വരാതിരിക്കാനാവും, അല്ലാതെ എന്താണ്. ആളുകൾ എത്തിച്ചേരുന്നത് തടയാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നു എന്നൊരു കാര്യമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ചേട്ടൻ എവിടുന്നാ വരുന്നത്? സാറേ, ഗുരുവായൂരിനാണ്. അൻവറിനൊക്കെ അതെ, അൻവറിന് വേണ്ടി മാത്രം വരണം. കാരണം നിങ്ങൾ അങ്ങോട്ട് വരാനുള്ളത് ഈ ദുർഭരണത്തിനെതിരെ പ്രതികരിച്ച ഏക നേതാവാണ് അൻവർ. അപ്പൊ അദ്ദേഹം എവിടെ പ്രസംഗിക്കുമോ അവിടെ ഞങ്ങൾ എത്തും. അൻവർ പറഞ്ഞതിൽ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് കുറെ കൂടി വിശ്വാസം? കേരളത്തിൽ പരിപൂർണമായിട്ട് ദുർഭരണമാണ് നടക്കുന്നത്. അതിനെതിരെ ഇന്ന് ഏറ്റവും ഫസ്റ്റ് നന്നായി ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയത് അൻവറാണ്. അൻവർ പറഞ്ഞ 15 കാര്യങ്ങളും ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് കക്ഷിമത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ ജനങ്ങളും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യും, അദ്ദേഹത്തിന് പിന്തുണക്കും, അദ്ദേഹത്തിന് വേണ്ടി എന്തു ചെയ്യും. താങ്കൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കോൺഗ്രസ് ഒരു സജീവ പ്രവർത്തകനാണ്. തീർച്ചയായും നിൽക്കും. ഞാൻ മാത്രമല്ല, പ്രവാസി കൂട്ടായ്മ എന്ന നിലയ്ക്ക് ഞങ്ങളെ ഒരു സംഘം തന്നെ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കും. വലിയ പിന്തുണ തന്നെയാണ്. വലിയ പിന്തുണയാണ്.
ഗുരുവായൂരിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങള് 5-6 ആൾക്കാരുണ്ട്. അവര് 4-5 ആൾക്കാർ എത്തിയിട്ടുണ്ട്. ബാക്കി 2-3 ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടൻ എവിടുന്നാ വരുന്നത്? കൂടരഞ്ഞി മുക്കം കൂടരഞ്ഞി. എന്താണ് നിങ്ങൾ അൻവറിൽ കണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട്? അൻവർ ചോദിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതായത് കേരളത്തിലെ മൊത്തം ജനങ്ങളും ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അൻവർ ചോദിച്ചത്. അതിനൊന്നും നല്ല രീതിയിലുള്ള മറുപടി ഭരണപക്ഷത്തു നിന്ന് ലഭിച്ചിട്ടില്ല. വീണ്ടും വീണ്ടും ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായി കേൾക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം അത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും. ഇതുപോലെ ഒരു രാഷ്ട്രീയ സാഹചര്യം മാറുമ്പോൾ തീർച്ചയായിട്ടും മറുപടി പറയേണ്ടവർ മറുപടി പറയുക തന്നെ ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ട്. അൻവർ ഒരു രാഷ്ട്രീയ ഒരു പ്രസ്ഥാനം രൂപീകരിച്ച് ഒറ്റയ്ക്ക് പോവുകയാണ്. ഈ ഒരു അൻവറിന്റെ യാത്ര അത് എത്രമാത്രം ഒറ്റയ്ക്ക് സാധ്യമെന്ന കരുതുന്നത്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൂടെ പോകേണ്ടി വരുമോ ഭാവിയിൽ? രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൂടെ പോകേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരു നിലവിലൊരു MLA ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലാവധിക്ക് ശേഷം, കാലാവധി കഴിയുന്നവരെ ഇങ്ങനെ നിന്നാലും MLAയുടെ കാലാവധി കഴിയുന്നതിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. നിലമ്പൂർ. അൻവറിന്റെ വോട്ടർ കൂടിയാണ്. അതെ. എന്താണ് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ? അൻവറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞിടത്തോളം എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായ കാര്യമാണ്, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. സർക്കാർ അതിന് എതിരുമാണ്. ഒരു ജനപിന്തുണ അത് അൻവറിന് വലിയ ആത്മാനുണ്ട്. തീർച്ചയാണ്. അതാണ് ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകൾ പങ്കുവെക്കാനുണ്ട്. നമ്മോടൊപ്പം മറ്റു ചിലർ കൂടി ചേരുന്നുണ്ട്. എന്താണ് DMKയുടെ ഷാളൊക്കെ ആണല്ലോ, എവിടുന്നാ വരുന്നത്? വൈക്കട് പഞ്ചായത്തിൽ നിന്ന്. വൈക്കട പഞ്ചായത്താണ്. സുഖേട്ടന്റെ ഇല്ല, ഞങ്ങള് വൈക്കട് പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ്. എന്താണ് നിങ്ങൾ അൻവറിന്റെ കൂടെ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട? അൻവറിന്റെ കൂടെ നിൽക്കാൻ മെയിനായിട്ട് കാര്യം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ സത്യമാണെന്നുള്ള വളരെ ബോധ്യമുണ്ടായതുകൊണ്ടും, പിന്നെ എന്റെ വാർഡ് 1-ാം വാർഡിൽ ഒരുപാട് വികസനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയൂല. കാരണം ഞങ്ങളൊരു 10-40 വർഷമായിട്ടൊക്കെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കായിരുന്നു ഞങ്ങളുടെ വാർഡിൽ. അദ്ദേഹം ചെയ്ത ഒരുപാട് സേവനങ്ങൾ എങ്ങനെ പറയാന്ന് പറഞ്ഞു തരാൻ കഴിയൂല, അത്രമാത്രം. അതായത് മുണ്ടപ്പൊട്ടി കോറിപ്പടി റോഡ്, അതേമാതിരി മുണ്ടപ്പൊട്ടി അമ്പലം റോഡ്, അമ്പലംപടി മുരിങ്ങാമുണ്ട റോഡ്, ഇങ്ങനെ ഒരുപാട് വികസനങ്ങളും പാലങ്ങളും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ്. നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, അൻവർ എന്ന നിലപാടിനോടൊപ്പം വളരെ ശക്തമായിട്ട് നമ്മുടെ ആ പ്രദേശവാസികൾ മൊത്തത്തിലുണ്ടാവും. ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളായിരുന്നു അദ്ദേഹത്തിനെ കൊണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു വ്യക്തിത്വം. അതെ അതെ, രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വ്യക്തിത്വം. എല്ലാ രാഷ്ട്രീയവും മറന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം എന്നുള്ളത്. വഴിക്കടവ് പഞ്ചായത്ത് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അറിയാൻ പറ്റുള്ളൂ. നീലഗിരിയിൽ DMK പ്രവർത്തകർ ഒരുപാട് പിന്തുണയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല നിലവിൽ. ഇപ്പൊ എന്താണ് ഈ അൻവർ ഒറ്റയ്ക്ക് പോകുന്നതാണോ അതോ രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും ഒരു പിന്തുണ തേടുന്നതാണോ നിങ്ങളെ സംബന്ധിച്ച്? ഞങ്ങളെ സ്വീകരിക്കുന്ന ഞങ്ങളെ MLA എങ്ങനെ നിന്നാലും ഞങ്ങൾ നിലമ്പൂരിൽ വിജയിക്കും, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ മറ്റതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിന് എങ്ങനെ കൂട്ടുകെട്ട്. അദ്ദേഹം മോശക്കാരനല്ലല്ലോ, അദ്ദേഹം നല്ല ബുദ്ധിയുള്ള, പൊളിറ്റിക്കലായിട്ട് നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം നല്ല നിലപാടെടുക്കും എന്നുള്ളതാണ്. ആ നിലപാടിന്റെ കൂടെ ഞങ്ങളുണ്ടാവും. ഓക്കെ, നമുക്കിപ്പോ കൂടുതലായിട്ടൊന്നും പറയാനില്ല. മൂപ്പര് കാര്യം പറയും, അത് മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് പറ്റൂല. പിന്നെ മൂപ്പരേറ്റില്ല ഇപ്പം പാർട്ടിയിൽ നിന്ന് പോരാൻ കാരണം തന്നെ മൂപ്പര് പറഞ്ഞ ഒന്നും നടപ്പിലാക്കിയ മുഖ്യമന്ത്രി അതൊന്നും ചെയ്തില്ല. പറഞ്ഞ ഒന്നും ചെയ്തില്ല. എല്ലാ പാർട്ടി അൻവറിനെ തള്ളി പറയുമ്പോൾ നിങ്ങളൊക്കെ എന്ത് നിലപാടാണ് ഇനി തുടർന്നുള്ളത് സ്വീകരിക്കും? ഇപ്പോ ഇന്നിവിടെ വന്നത് അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കാനാണോ, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാനാണോ? ഞങ്ങൾ പിന്തുണക്കാനും പറയുന്ന കേൾക്കാനും പറ്റും. എന്ത് നിലപാട് സ്വീകരിച്ചാൽ അൻവറിന്റെ കൂടെ നിൽക്കും? അല്ല, ഞാൻ അൻവർ എന്താണ് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് നിലപാടിനോട് നമുക്ക് യോജിപ്പുണ്ട്, അത്രയാണ്. ഈ അൻവറിന് ഇപ്പോൾ കിട്ടുന്ന ഈ പിന്തുണ അത് അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയകക്ഷിയുടെ ഭാഗമായി കഴിഞ്ഞാൽ കിട്ടുന്നു കരുതുന്നു? അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭരണത്തിന്റെ ഈ ഒരു പോക്കിനോട് ജനങ്ങൾക്ക് യോജിപ്പില്ല. അതാണ് പ്രധാനമായിട്ടുള്ള ഘടകം ഞാൻ മനസ്സിലാക്കുന്നു. അൻവർ പറയുന്നത് കേൾക്കാനാണ്. അതെ, അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് വന്നത്. ഞാൻ MLA ആയിട്ട് നല്ലൊരു ബാധ്യത ഞങ്ങൾക്കുണ്ട്. എന്താ വെച്ചാൽ ഞാൻ മാമി ആക്ഷൻ കമ്പനി മിസ്സായ മാമിക്കാൻ അനിയനാണ്. കോഴിക്കോട് നിന്നാണോ? അതെ അതെ അതെ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും മാമി ഇവരായിട്ട് പങ്കെടുത്തേ ആവണം. അപ്പോൾ ഞങ്ങളൊരു കേസ് ഒന്നല്ലാത്ത സ്ഥലത്തുനിന്ന് അൻവർ MLA വന്നതിന് ശേഷമാണ് കേരളം മൊത്തം അറിയുന്നൊരു കേസായി മാറിയത്. അപ്പം അൻവർക്ക് പറയുന്നത് കേൾക്കുകയും വേണോ? മാമി ആക്ഷൻ കൗൺസിലിന്റെ ഞാൻ മാമിന്റെ അനിയനാണ്. മാമിയുടെ അനിയനാണല്ലേ? നിങ്ങളെ കുടുംബത്തിനെ സംബന്ധിച്ച് ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ നേതാവിന്റെ പിന്തുണ ഈ ഒരു വിഷയത്തിൽ കിട്ടുന്നത്? തീർച്ചയായും.
ഞങ്ങളെ കേസ് തന്നെ ഇത്രയും കേരളം മൊത്തം അറിയാൻ കാരണം അൻവർ MLA വന്നതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ടൊരു ബാധ്യത എന്തായാലും അൻവർ ഖാനോട് ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ എന്താ ഈ കേസിന്റെ നിലവിലെ പുരോഗതി എങ്ങനെയുണ്ട്? കേസ് ഇപ്പം കോഴിക്കോട് ക്രൈംബ്രാഞ്ചാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടാകുന്ന വിശ്വാസം. കോഴിക്കോട് നിന്ന് കൂടുതൽ പേരുണ്ട്? നിറയെ പേരുണ്ട്. ഞങ്ങളുടെ കമ്മിറ്റിന്റെ നിറയെ ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അതെ. അല്ല, ഞാൻ കോഴിക്കോട് മുക്കത്തുനിന്ന് വരുന്ന മുക്കം. അൻവർ എന്ത് പ്രഖ്യാപിക്കുന്നതാണ്? അൻവർ പറഞ്ഞു നമ്മൾ മീഡിയയിൽ കൂടെ കേട്ടല്ലോ. മീഡിയയിൽ കൂടെ കേട്ട് വന്നോ, അവരാരും വിളിച്ചിട്ട് വന്നതല്ല. അപ്പൊ അവരുടെ രാഷ്ട്രീയ പ്രഖ്യാപനമോ എന്താണോ എന്ന് കേൾക്കാം. അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളെ വിലപ്പെട്ടതാണെന്ന് ബോധ്യം വന്ന കാരണം വന്നു, വിളിക്കാതെ വന്നാണല്ലോ. കോഴിക്കോട് കടലുണ്ടി. കുറച്ച് സമയം കൂടി മതി അല്ലേ? അതെ, അത് പ്രഖ്യാപനം അറിഞ്ഞാല് അതെ. ഇതാണ് ഭവ്യ, ഇവിടെ എത്തിച്ചേർന്നവരിൽ പല നാടുകളിൽ നിന്നുള്ളവരുണ്ട്. അൻവർ ഇടപെട്ട വിഷയങ്ങളിൽ അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നവരുണ്ട്, അല്ലെങ്കിൽ അൻവറിന്റെ MLA എന്ന നിലയിൽ അൻവർ ചെയ്ത കാര്യങ്ങളിൽ തൃപ്തിയുള്ളവരുണ്ട്, അൻവർ നടത്തുന്ന പോരാട്ടങ്ങളിൽ പിന്തുണ അറിയിക്കുന്നവരുണ്ട്. അങ്ങനെ ആ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും വിവിധ നാടുകളിൽ നിന്നുമാണ് ഇവിടേക്ക് ഇപ്പോൾ ഈ 10,000 ഒഴുകിയെത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം, ഈ മഴയുള്ളത് കൊണ്ടായിരിക്കാം പുറത്തുള്ള കസേരകളിലേക്ക് ആളുകൾ ഇരുന്നിട്ടില്ല. പക്ഷേ ഈ വേദിയിൽ, ഈ പന്തലിനകത്ത് എല്ലാ കസേരകളും നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 6:30 അൻവർ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ DMK-യുടെ ഒരു അറിയിപ്പ് വന്നിരുന്നു. DMK-യുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പിന്തുണ ഉണ്ടാവില്ല അൻവറിന്റെ തരത്തിലേക്കുള്ള ഒരു പ്രസ്താവനയൊക്കെ നമ്മൾ ഇളങ്കോവിന്റെ ഭാഗത്തു നിന്ന് കേട്ടിരുന്നു. അപ്പോൾ പോലും അവിടെ ഒരു സംശയമുള്ളത്, PV അൻവറിന്റെ തന്നെ അഭ്യർത്ഥന പ്രകാരം DMK-യുടെ ഒരു പ്രമുഖനായ നേതാവ്, ഒരു പ്രതിനിധി ആ സമ്മേളനം, ഇപ്പോൾ നടക്കാൻ പോകുന്ന മഞ്ചേരിയിൽ നടക്കാൻ പോകുന്ന ആ സമ്മേളനം വീക്ഷിക്കാൻ അവിടെ എത്തും എന്ന്, അദ്ദേഹം വേദിയിൽ ഉണ്ടാവില്ല പക്ഷേ അവിടെ എത്തുമെന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായിട്ടുണ്ടോ? അത്തരത്തിൽ ഒരാൾ അവിടേക്ക് വരാൻ സാധ്യതയുണ്ടോ? ഒന്ന് അനുമോദ. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ഇപ്പോഴേതാ നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും, DMK-യുടെ കൊടികെട്ടിയും ഷാൾ അണിഞ്ഞും അൻവറിന് പിന്തുണയുമായി മഞ്ചേരിയിലേക്ക് 100 കണക്കിന് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ അൻവറിന്റെ വീടിന് മുൻപിലും ഇത്തരത്തിലുള്ള DMK-യുടെ കൊടി ഉയർത്തിക്കൊണ്ടുള്ള പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളടക്കം നമ്മൾ കണ്ടതാണ്. ഈ കാര്യത്തിൽ ഇത് DMK-യുടെ കേരള ഘടകത്തിന്റെ അനുമതിയോടുകൂടി തന്നെയാണോ? അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ അനുമോദ? ഭവ്യ, നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ 10,000 വന്നിരിക്കുന്ന ഒരു സദസ്സിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് DMK-യുടെ അറിവോടെ വന്ന ആളാണോ അല്ലയോ എന്നൊന്ന് വ്യക്തമായിട്ട് ഇവരോട് ചോദിച്ചറിയാൻ കഴിയുകയില്ല. കാരണം ഇവിടെ എത്തിയവരിൽ പലരും അൻവറിനോടുള്ള പിന്തുണ കാരണം അൻവർ DMK-യുടെ കൂടെ ചേരുന്നു എന്ന ആവേശത്തിൽ DMK-യുടെ ഷാളും മറ്റും അണിഞ്ഞു വന്നവരുണ്ട്. ഈ നമ്മളിപ്പോൾ DMK-യുടെ ആ ഷാൾ അണിഞ്ഞ 2-3 പേരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ തന്നെ നിലമ്പൂരുകാരാണ്. അവർ അൻവറിന്റെ ഒപ്പം, ആ അൻവറിന് ഒരു ആഭിമുഖ്യം, അൻവറിനോട് പിന്തുണ നൽകുക എന്ന ഉദ്ദേശം കാരണം വന്നവരാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് DMK-യുടെ കേരള ഘടകത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഈ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഒരിക്കലും കണ്ടെത്താൻ കഴിയുകയില്ല. മറിച്ച് ഇതിൽ മറ്റൊരു സാധ്യതയുണ്ട്. PV അൻവർ ഇന്നലെ ചെന്നൈയിലെത്തി DMK-യിലെ ഓഫീസിലെത്തി പലരുമായും കൂടിക്കാഴ്ച നടത്തി. സ്വാഭാവികമായിട്ടും അവരൊക്കെ DMK-യുടെ ഭാഗമായിട്ടുള്ളവരാണ്. അങ്ങനെ അൻവർ കൂടിക്കാഴ്ച നടത്തിയ DMK-യുടെ ഭാഗമായിട്ടുള്ളവർക്ക് നീലഗിരി മേഖലയിലും അണികൾ ഉണ്ടാകാം. ആ അണികൾ സ്വാഭാവികമായിട്ടും അൻവറിന്റെ ഈ ഒരു രാഷ്ട്രീയ പ്രസ്താവനയ്ക്ക്, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ യോഗത്തിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതൊരു പാർട്ടിയിലും നേരത്തെ നമ്മൾ കാണുന്നത് പോലെ ഔദ്യോഗികമായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിക്കുന്നവരും അതല്ലാതെ പ്രവർത്തിക്കുന്നവരും ഉണ്ടാകും. സ്വാഭാവികമായിട്ടും DMK-യിൽ ഇളങ്കോവന്റെ പ്രസ്താവന അറിയാത്ത അണികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇളങ്കോവന്റെ പ്രസ്താവന തള്ളിക്കളയുന്ന അണികളും ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അൻവറിന്റെ കൂടെ നിൽക്കുന്നത് DMK-യുടെ ഏത് ഘടകത്തിലുള്ളവരാണെന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ അൻവറിനോടുള്ള ആഭിമുഖ്യം കാരണം, അൻവറിന് DMK ഇന്നലെ നൽകിയ ആ ഒരു പിന്തുണ കാരണം DMK-യുടെ ഷാൾ അണിഞ്ഞും DMK-യുടെ പതാക എടുത്തും വന്നവരും ഇവിടെ ഉണ്ടാകും. അപ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ അൻവർ തന്നെ പറഞ്ഞാൽ മാത്രമേ അതിന്റെ ഒരു നിജസ്ഥിതിയിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. കാരണം ഈ DMK-യുടെ ഇളങ്കോവന്റെ പ്രസ്താവന വന്നതിന് ശേഷം അൻവറിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ ഒരു സദസ്സ് കാത്തിരിക്കുന്നത് ആ അൻവറിന്റെ ആ മറുപടിക്ക് വേണ്ടി കൂടിയാണ്. അതായത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് പ്രഖ്യാപനത്തിനൊപ്പം ഇനി DMK ഉണ്ടായാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും DMK-യുടെ പിന്തുണ ഇല്ല എങ്കിൽ എന്തായിരിക്കും നടപടി, എന്തായിരിക്കും തുടർ ആലോചന എന്നുള്ള കാര്യത്തിൽ കൂടി നമുക്ക് അൻവറിന്റെ ഒരു വിശദീകരണം ഈ ഒരു സദസ്സിൽ ലഭിക്കും, അല്ലെങ്കിൽ ഈ ഒരു പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തിനാണെങ്കിലും വലിയ ആൾക്കൂട്ടം അൻവറിന്റെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് തന്നെ ഈ ഒരു മഞ്ചേരിയിലെ 10,000 ഉൾക്കൊള്ളാൻ കഴിയുന്ന പന്തൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു.
കുറെ കൂടി പ്രവർത്തകർ നിലമ്പൂർ വഴിക്കടവ് മേഖലയിൽ നിന്നൊക്കെ ബസ്സുകളിൽ ഇവിടേക്ക് എത്തുന്നതായിട്ടും വിവരമുണ്ട്. എന്നാണെങ്കിലും അൻവർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. നമുക്കറിയാം നിലമ്പൂരിൽ അൻവർ എത്തിയപ്പോൾ ഉണ്ടായ ഒരു ആരവവും അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണവും ഒരുപക്ഷെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനത്തിന് അൻവർ എത്തുമ്പോൾ അതിനെല്ലാം മറികടക്കുന്ന തരത്തിലേക്കുള്ള ഒരു സ്വീകരണമാകും മഞ്ചേരിയിൽ ഇവിടെ എത്തിച്ചേർന്ന അൻവറിന്റെ അണികൾ നൽകുക. എന്താണെങ്കിലും നമ്മൾ കാത്തിരിക്കുകയാണ് അൻവറിന്റെ വരവിനായും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായും. ഭവ്യ, തീർച്ചയായും പി വി അൻവർ വിളിച്ചു ചേർത്ത നയവിശദീകരണ യോഗം തുടങ്ങാനിരിക്കെ മഞ്ചേരിയിലേക്ക് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. DMKയുടെ കൊടികെട്ടിയും ഷാളണിഞ്ഞും അൻവറിന് പിന്തുണയുമായി ആയിരക്കണക്കിന് പേരാണ് മഞ്ചേരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. അൻവറിന്റെ തന്നെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമാകുന്ന നാഴികക്കല്ലാകുന്ന പ്രഖ്യാപനങ്ങൾക്കാണ് ഇനി മഞ്ചേരി സാക്ഷ്യം വഹിക്കാൻ പോവുക. അല്പസമയത്തിനകം എന്തായാലും അൻവർ വേദിയിലേക്ക് എത്തും. വലിയ സ്വീകരണം ഉണ്ടാകും അൻവർ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയും ആ വേദി നിറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. 10ഓളം പേർക്ക് ഇരിക്കാനുള്ള ഇടപെടലാണ് വേദിയിൽ ഒരുക്കിയത്. ആ വേദിയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന സസ്പെൻസ് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം അതിനൊക്കെ ഉത്തരം ലഭിക്കും. എന്ത് പറയും പി വി അൻവർ എന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. വളരെ വേഗം സി വി അനുമോദിലേക്കും ഈ വാർത്തയിലേക്കും തിരിച്ചെത്താം ഒരു ഇടവേള. കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. മഞ്ചേരിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അല്പസമയത്തിനകം എന്ത് നയപ്രഖ്യാപനമാണ് ഉണ്ടാവുക പി വി അൻവറിന്റെ ഭാഗത്ത് നിന്ന്? അദ്ദേഹം എന്ത് നയപ്രഖ്യാപനം നടത്തുന്നു എന്നത് കാത്തിരുന്നു കാണണം. അല്പസമയത്തിനകം ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം മുഴുവൻ ഒഴുകിയെത്തിയിട്ടുണ്ട് മഞ്ചേരിയിലേക്ക് എന്ന് മനസ്സിലാക്കാം. അത്രമാത്രം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ചന്തക്കുന്നിൽ നമ്മൾ മുൻപ് കണ്ടതിനേക്കാൾ വലിയ ജനാവലിയാണ് അൻവർ അവിടെ പ്രതീക്ഷിക്കുന്നതും ആ ജനാവലി തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നതും. പി വി അൻവർ പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എത്തുമ്പോൾ വലിയ തരത്തിലുള്ള സ്വീകരണം ഉണ്ടാകും പി വി അൻവറിന്. കാരണം അത്രമാത്രം ആളുകൾ മലപ്പുറത്തിന്, മഞ്ചേരിക്ക് പുറത്തു നിന്ന് പോലും, നിലമ്പൂരിന് പുറത്തു നിന്ന് പോലും അങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവിധ ആളുകളുടെ പ്രതികരണം തേടുമ്പോൾ മനസ്സിലാക്കുന്നതും അതുതന്നെയാണ്. എന്തായാലും സി വി അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഈ സാമൂഹിക സംഘടനയുടെ നയം പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയ സ്വഭാവം എന്തായിരിക്കും എന്നത് വലിയ ചോദ്യമായി നമുക്ക് മുൻപിലുണ്ട്. ഏറ്റവും പ്രധാനമായി ആ നയപ്രഖ്യാപനം തന്നെയായിരിക്കും പി വി അൻവർ എന്ന ഒറ്റയാന്റെ, പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരന്റെ, നിലമ്പൂരിന്റെ ജനപ്രതിനിധിയുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നതിൽ പ്രധാന ഘടകവും അല്ലേ? തീർച്ചയായും നമുക്കറിയാം പി വി അൻവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം ഇതുവരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പുറത്തുവിട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ നയങ്ങൾ, അതിൽ പ്രധാനമായിട്ടുള്ളത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങൾ, അതുപോലെ തന്നെ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറയുന്നത് പാർട്ടിയിലെ സാധാരണ സഖാക്കന്മാർക്ക് ഇവിടെ എവിടെയും നീതി കിട്ടാത്ത അവസ്ഥ, ഒരു ഓഫീസിലാകട്ടെ പോലീസ് സ്റ്റേഷനിലാകട്ടെ അവിടെ നിന്നും അവർക്ക് നേരിടേണ്ടി വരുന്ന അപമാനം, അതുപോലെ തന്നെ മലയോര മേഖലയിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, വന്യമൃഗശല്യം തുടങ്ങി പലവിധ പ്രശ്നങ്ങൾ മലയോര മേഖലയിൽ നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അവിടെ ഒന്നും തന്നെ വേണ്ട പിന്തുണ ഇവിടെ ഒന്നും ലഭിക്കുന്നില്ല തുടങ്ങി അദ്ദേഹം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. അപ്പോൾ ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള നയങ്ങളായിരിക്കും അദ്ദേഹം പ്രഖ്യാപിക്കുക എന്നതിന്റെ വേണം കരുതാൻ. അതായത് ന്യൂനപക്ഷ ക്ഷേമം, അതുപോലെ മലയോര മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സാധാരണക്കാരായ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ. അദ്ദേഹം എപ്പോഴും എടുത്തു പറയുന്ന ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഓട്ടോ തൊഴിലാളികളും അതുപോലെ ഇരുചക്ര വാഹനക്കാരും ഒക്കെ നേരിടുന്ന പ്രതിസന്ധികൾ. അങ്ങനെ താഴെ തട്ടിലുള്ള പലവിധ സംഘടനകളെ കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നു. അതിനൊരു ഇപ്പോൾ നിലവിൽ നമുക്കറിയാം ഈ രാഷ്ട്രീയമായിട്ടൊരു സംഘടന പ്രഖ്യാപിക്കുന്നതിനുള്ള നിയമപരമായ പ്രശ്നങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സംഘടനയെ ഒരു സോഷ്യൽ മൂവ്മെന്റ് സംഘടന എന്ന തരത്തിൽ, ഒരു സാമൂഹ്യ സംഘടന എന്ന തലത്തിലാണ് ഇതിന്റെ പ്രഖ്യാപനത്തിന് അദ്ദേഹം ഒരുങ്ങിയിരിക്കുന്നത്. അതേസമയം ഇത് സമയമാകുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങൾക്കുള്ള സാധ്യതയും അദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാഹനം ഇവിടേക്ക് എത്താനായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടേക്ക് ആളുകൾ കൂടുതൽ വരുന്നത് തടയുവാൻ പോലീസിന്റെ ഭാഗത്തും നീക്കമുണ്ടായി എന്നൊരു ആക്ഷേപവും അദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു. അതായത് ഈ പരിപാടിയിലേക്ക് ആളുകൾ വരാതിരിക്കുവാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന ഒരു ഗുരുതരമായ ആക്ഷേപമാണ്
അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് നേരത്തെ ഈ സദസ്സിലുണ്ടായിരുന്ന പലരും ഇതേ രീതിയിലുള്ള ഒരു അഭിപ്രായവും പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഈ പരിപാടി നടക്കുന്ന വേദിയുടെ കുറച്ച് അകലിൽ നിന്ന് വാഹനങ്ങൾ തടയുന്നുവെന്ന്. അത് അവർ ആക്ഷേപമാണ്, ആരോപണമാണ്. വസ്തുത എന്താണെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്ന് പറയാനാകില്ല. എങ്കിലും അവർ ഉന്നയിച്ച ഒരു കാര്യം ഇതാണ് എന്ന് നമ്മൾ പങ്കുവെക്കുകയാണ്. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ PV അൻവർ ഏത് വിഷയം കൊണ്ടാണോ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പാർട്ടി തള്ളിക്കളഞ്ഞിട്ടും പാർട്ടിയുടെ താഴേക്കിടയിലുള്ളവർ അദ്ദേഹത്തെ അംഗീകരിക്കുന്നത് എന്നുള്ളത് പലരും പറയാൻ ആഗ്രഹിച്ച പ്രശ്നങ്ങളാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിച്ച വിഷയങ്ങളും പോലീസിന്റെ ഭാഗത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിലെ പുഴുക്കുത്തുകളെ കുറിച്ച് അക്കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ജനങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ സ്വീകാര്യത നൽകുവാൻ ജനങ്ങൾ അദ്ദേഹത്തിന് വാക്കുകൾ കേൾക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതുപോലെ തന്നെ പല കേസുകളിലും ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ മാമി കേസിൽ മാമിയുടെ അനിയനോട് നമ്മൾ സംസാരിച്ചു. ആ കേസ് ഇതുവരെയും ആരും അന്വേഷിക്കാതെയും ആരും ഇടപെടാതെയും ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അത്തരത്തിലുള്ള കേസുകളിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായി എന്നത് തന്നെയാണ് അവിടെ വലിയ മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നത്. അത്തരത്തിൽ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു എന്നത് തന്നെയാണ് ഇവിടേക്ക് ഈ 10,000 ഒഴുകിയെത്തുവാനുള്ള ഒരു കാരണം. ഇത് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമല്ല, നിലമ്പൂരിൽ നിന്ന് മാത്രമല്ല, നമ്മൾ കണ്ടുമ്പോൾ തീർച്ചയായും നമ്മൾ കാത്തിരിക്കുകയാണ്. PV അൻവർ അല്പസമയത്തിനകം ആ വേദിയിലേക്ക് എത്തും. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഉടൻ തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. PV അൻവറിന്റെ നയപ്രഖ്യാപനത്തിലേക്ക് നമുക്ക് വളരെ വേഗം തിരിച്ചു വരണം. അതിനു മുൻപ് ചെറിയൊരു ഇടവേള.